ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ജൂൺ 22 എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ എൻ്റെ സന്തോഷം മുഖത്ത് നിങ്ങൾക്ക് തെളിയുന്നുണ്ടാവും. ഇന്ന് എൻ്റെ താത്താൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തലേ ദിവസം പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പോളറോയിഡ് ബൊക്കറ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ബൊക്കെ ഷീറ്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഞാൻ എൻ്റെ ബ്രദറിനോട് വാങ്ങി വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബൊക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പർപ്പിൾ തീമിലായിരുന്നു കേട്ടോ. എൻ്റെയും അവളുടെയും കുറച്ച് ഫോട്ടോസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു ബൊക്കറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാൾക്ക് അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയപ്പോഴത്തേനും വീണ്ടും തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ബൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ താത്താൻ്റെ അടുത്ത് പോവാണ് സർപ്രൈസ് ആയിട്ട്. ബാക്ക് ക്യാമറയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ്. അതാണ് ആ ചിരി കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല അമ്മായി, അമീക, സാനു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അമീകാൻ്റെ ഗിഫ്റ്റ് ആയിട്ട് അവൾ കേക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാക്കുവിൻ്റെ വകയുള്ള ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഇപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് വന്നിക്കാണ് ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടോ. അമ്മി ഓൾറെഡി കേക്ക് ഉണ്ടാക്കിയോണ്ട് നമ്മൾ കേക്ക് പ്ലാൻ മാറ്റി ഡ്രസ്സാക്കി. അപ്പോൾ ഞാൻ ഷീസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും ആയിട്ട് തോന്നി. ഐറോസ് അവിടുന്ന് ഓരോന്ന് പെറുക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഡ്രസ്സസ്. ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഈദ് വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. പാർട്ടി വെയർ ആണെങ്കിലും വെസ്റ്റേൺ വെയർ ആണെങ്കിലും നല്ല സൂപ്പർ കളക്ഷൻസ് ഉണ്ട്. അഫോർഡബിൾ റേറ്റും ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് അത് പാക്ക് ചെയ്തിട്ട് ഇനി ഞാൻ കാർഡും ബൊക്കയും മാത്രമല്ല, അപ്പോൾ എനിക്ക് എന്തെങ്കിലും അവൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഗിഫ്റ്റ് കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ചെരുപ്പ് എടുക്കാനായിട്ട് ഞാനൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ചെരുപ്പുകളുടെ കളക്ഷൻസ് ഒക്കെ നോക്കി ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐറൂസിന് ഷൂസ് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഫുള്ളി വൈറ്റ് ആയിട്ടുള്ളത് കിട്ടിയില്ല. ഇങ്ങനെ ബ്ലൂ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ചെപ്പൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് കേക്കൊക്കെ പാക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താത്താൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 12:30 12:45 ആയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഇതാ ഞങ്ങൾക്ക് സർപ്രൈസ്. അവൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഞങ്ങൾ മൂഞ്ചി കുത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ഫോണൊക്കെ പിടിച്ച് സർപ്രൈസ് മുഖമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നാൽ ഇതായിരിക്കും അവസ്ഥ. അവൾക്ക് എപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ നോക്കിയാലും ഞങ്ങൾക്കാണ് സർപ്രൈസ് കിട്ടില്ല കേട്ടോ. പിന്നെയും അതറിഞ്ഞിട്ട് വീണ്ടും മൂഞ്ചി കുത്തിയിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും സർപ്രൈസുകൾ ഒരുക്കും. അതെൻ്റെ ഒരു ശീലമായി പോയി. ഞാൻ എന്നിട്ട് അവസാനമായിട്ട് പോകുമ്പോൾ ഞാൻ പറയും ഇനി എനിക്ക് സർപ്രൈസ് ഇല്ലാന്ന്. പിന്നെ ഞാൻ എന്തെങ്കിലും സർപ്രൈസ് കൊണ്ട് വരും. അപ്പോൾ ഇതാ അവൾ അളിയൻ പറഞ്ഞിട്ട് ഡ്രസ്സും കേക്കൊക്കെ വാങ്ങാനായിട്ട് അവർ പൊയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫോൺ വിളിച്ച് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൊക്കെയൊക്കെ കൊടുത്തു. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എൻഗേജ്മെൻറ്റിനൊക്കെ ഓരോരുത്തർ ബൊക്കെ ചെയ്ത് കൊടുക്കാനപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് കിട്ടിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ വേറെയുള്ള ഗിഫ്റ്റുകളും കൊടുത്തു. എൻ്റെ കസിൻ ബ്രദറിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അതും കൊടുത്തു. നമ്മൾ ചെരുപ്പ് കൊടുത്തു, കേക്ക് കൊടുത്തു, ഡ്രസ്സ് കൊടുത്തു, എല്ലാം കൊടുത്തു. പിന്നെ അവൾ ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കാർഡായിരുന്നു കേട്ടോ. ഒരു സിമ്പിൾ കാർഡായിരുന്നു കേട്ടോ അത്. സൈഡിൽ കുറച്ച് ഫോട്ടോസും കോഡ്സും പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ടൊരു ലെറ്റർ പോലെ എഴുതിയിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മഹറൂഫിൻ്റെ വകയുള്ള സമ്മാനമാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2 ഡയറീസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രെയിം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ 3 ആളും നിൽക്കുന്ന ഒരു ഫ്രെയിമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണത്. അപ്പോൾ അവന് അതന്നെ ഫ്രെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ തലേദിവസം പോയിട്ട് ഫ്രെയിമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൊക്കെ മാത്രമാണ് റെഡിയാക്കാൻ പറ്റാത്തുണ്ടായിരുന്നു. കാരണം ബൊക്കെ ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. സോ അവളും ഹാപ്പി, നമ്മളും ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെരുപ്പാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അത് പിന്നെ ഓൾറെഡി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. സ്വത്തുട്ടൻ അവിടുന്ന് സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നത് ചെരുപ്പല്ലേ എന്ന് അറിയുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് കണ്ടപ്പോൾ അവൾ ഫസ്റ്റ് ഒന്ന് ആദ്യം എന്താ പറഞ്ഞത് ഇതെങ്ങനെ പെടുകയെന്ന്. പിന്നെ മുകളിൽ കോട്ടുള്ള കണ്ടപ്പോൾ അവൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് അവൾ വാങ്ങി വന്നിട്ടുള്ള കേക്ക്. വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്വത്തുട്ടി വന്നിട്ട് കേക്കും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവൾ സ്കൂളിലേക്ക് പോയിക്കാന്ന്. സ്വത്തുട്ടിന് ഇവിടെ ഓൾറെഡി ലീവ് എടുത്ത് കുത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഐറൂസ് ഇതാ പൊറാട്ടയിൽ നിന്ന് പോയിട്ട് പൊറാട്ടയൊക്കെ പൊട്ടിച്ച് തിന്നാണ് കേട്ടോ. വിശക്കാൻ തുടങ്ങിയിട്ടാണ്. കാരണം 2 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പൊറാട്ടയും കറിയും ചില്ലി ചിക്കനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ എന്താ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ അവൾക്ക് ഫുഡ് തൃപ്തിയാക്കാനായിട്ട് അവൾക്ക് മന്തി കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇടയിൽ അവൾ മന്തി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട്
എന്നിട്ട് ഒരു 4:30 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു സ്വത്തുട്ടീനെ. സ്വത്തുട്ടി വന്നിട്ട് പിന്നെ നമ്മള് കേക്ക് കട്ട് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് അവള് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ 2 കേക്കും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാൻ നിന്നപ്പോഴത്തേന് ആരോ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അതാണ് ഈ നോക്കണത്. അപ്പോഴത്തേന് ആരോ വന്നിട്ടുണ്ടായിരുന്നു. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മള് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കട്ട് ചെയ്തു ട്ടോ. സോ നിങ്ങളെ സിബ്ലിങ്സിന് ഇതേപോലെ സർപ്രൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി കമൻറ്റ് ഇട്ടോളിട്ടോ. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്ന്. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ടിരിക്കുകയാണ്. അമ്മി ഉണ്ടാക്കിയ കേക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു ട്ടോ. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. സോ നമ്മളിങ്ങനെ അത് ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം മന്തിയൊക്കെ സെറ്റായോ എന്ന് പോയി നോക്കുകയാണ്. ബീഫ് മന്തിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്നൊരു ദിവസം നമ്മൾ വന്നപ്പോൾ അവൾ നന്നായിട്ട് പുകച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുകക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന് അത്ര പുകച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ബീഫ് ഞാൻ എടുക്കാത്തതുകൊണ്ട് ബീഫ് എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് മന്തിയും കഴിച്ചിട്ട് നമ്മൾ പിന്നെ യാത്ര പറയാനായിട്ടിരിക്കുകയാണ്. ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റയ്യൂനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല, വ്യൂവേഴ്സും കൂടുന്നില്ല. സോ ടാറ്റാ.